മറ്റ് സ്ഥലങ്ങളിലും ഇവിടെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിന് സ്ഥാനാർത്ഥികളെ നിർത്തി ജയിപ്പിക്കാൻ കഴിയുന്ന കേരളത്തിൽ നിലമ്പൂർ പോലുള്ള സ്ഥലങ്ങളിൽ LDFന്റെ വിജയം ഉറപ്പാക്കണം. മറ്റു സ്ഥലങ്ങളിൽ BJPയെയും അതിൻ്റെ സഖ്യശക്തികളെയും പരാജയപ്പെടുത്തണം. ഇതാണ് പാർട്ടി, അഖിലേന്ത്യാ പാർട്ടി ആലോചിച്ച് തീരുമാനിച്ചിട്ടുള്ള സമീപനം. 24-ാം പാർട്ടി കോൺഗ്രസ് എടുത്ത സമീപനവും ഇതാണ്. അപ്പോൾ 24-ാം പാർട്ടി കോൺഗ്രസ് എടുത്ത രാഷ്ട്രീയ നയസമീപനം പ്രയോഗത്തിൽ വരുത്താൻ കിട്ടുന്ന ആദ്യത്തെ അവസരം എന്നുള്ള നിലയിൽ ഈ ഉപതെരഞ്ഞെടുപ്പുകളെ പല സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളെ കാണണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഗോവിന്ദൻ മാഷും TP രാമകൃഷ്ണനും ഒക്കെ പറയുന്നതിനെക്കുറിച്ച് പല മണ്ഡലത്തിലും പൊതു സ്വതന്ത്രം തുടങ്ങിയ സമീപനമൊക്കെ വേണ്ടിയത്. പക്ഷേ ഈ പൊതു സ്വതന്ത്ര പരീക്ഷണം നിലമ്പൂരിനടക്കം CPM നൽകിയിട്ടുള്ള അനുഭവം സമീപകാലത്തെങ്കിലും അത്ര ഗുണകരമല്ലല്ലോ. അപ്പോൾ ഒരു സ്ട്രാറ്റജി പരിധിനെക്കുറിച്ച് ആലോചിക്കുന്നത് ഇപ്പൊ അൻവറിന്റെ ടേംസിനനുസരിച്ചല്ല കോൺഗ്രസ് അടക്കം പോകുന്നത്. അവര് ജോയിയുടെ പേര് പറഞ്ഞു, പക്ഷേ പാർട്ടിയുമായിട്ട് തീരുമാനിച്ചു. CPM അങ്ങനെ ഒരു രാഷ്ട്രീയപരമായ ഒരു നയമാറ്റത്തിലേക്ക് കൂടി പോകുന്നുണ്ടോ? വളരെ നല്ല ചോദ്യമാണ്. അതെല്ലാം CPIM-ഉം LDF-ഉം ആലോചിച്ച് തീരുമാനിക്കും. ഈ കരുവന്നൂർ കേസിൽ ഇപ്പം ഏറ്റവും ഒടുവിൽ പ്രതിപട്ടികയിൽ വന്നല്ലോ, അത് ഈ നിലമ്പൂർ കൂടി മുന്നിൽ കണ്ടിട്ടാണോ ഇത്തരത്തിലുള്ള രാഷ്ട്രീയീകരണം? നേരത്തെ സ്റ്റേജിൽ സംസാരിച്ചു. അതിനകത്തുള്ള കാര്യം BJPയുടെ ഒരു ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ സെക്രട്ടറി സ്ഥാനം വഹിച്ച തിരൂർ സതീഷ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. കോടിക്കണക്കിന് രൂപ ചാക്കുകൾ കൊണ്ടുവന്ന് വീതം വെച്ചു, കുഴൽപ്പണമാണ്, ED അന്വേഷിക്കേണ്ടതാണ്. അതെങ്ങനെയാണ് അന്വേഷിച്ചത്? ED എന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിച്ചു വന്നപ്പോഴത്തേക്ക് പറയേണ്ടതായിരുന്നു ഇത്. നിങ്ങൾ ചോദിച്ചതെന്തായി? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരിട്ട് നടത്തുന്ന അഴിമതി, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചാർജ് ചെയ്യുന്ന കേസുകളിൽ അവർക്ക് കോഴ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കേസ് മുന്നോട്ടില്ല.